1950 ഇന്ത്യൻ ഫുട്ബോളിന് കിട്ടിയ സുവർണാവസരം. ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കാനുള്ള ക്ഷണം, അതിലുപരി അവസരവും ലഭിച്ചു. എന്നാൽ അവസാന നിമിഷം ഇന്ത്യ ഇതിൽ നിന്നും പിന്മാറുകയായിരുന്നു. കാരണം അന്ന് ബൂട്ടില്ലാതെ കളിക്കുന്ന ഇന്ത്യൻ ടീമിനെ ഫിഫ ഒഴിവാക്കിയെന്നും ഇന്ത്യ ബൂട്ടില്ലാത്തതിനാൽ ഫിഫ ലോകകപ്പിൽ നിന്നും ഒഴിവായി എന്നതുമാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഇതല്ല കാരണം. അതിന് നമ്മൾക്ക് കുറച്ച് പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടി വരും. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യയുടെ സാമ്പത്തിക സോഴ്സ് എല്ലാം തന്നെ ബ്രിട്ടീഷുകാർ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയ സമയം. ഇന്ത്യയിലാകെ കൊടും ദാരിദ്ര്യവും സാമ്പത്തിക മാന്ദ്യവും കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്നു. അങ്ങനെയിരിക്കെയാണ് 1948 ലണ്ടനിലെ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത്. അന്ന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെ എല്ലാ താരങ്ങളും ബൂട്ടില്ലാതെ വെറും കാലുകൾ കൊണ്ടാണ് ഫുട്ബോൾ കളിച്ചത്. അന്ന് 1-2 ഗോളുകൾക്ക് ലോക ഫുട്ബോളിലെ രാജാക്കന്മാരായ ഫ്രാൻസിനെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീം പരാജയപ്പെട്ടുവെങ്കിലും ലോകം മുഴുവൻ അത്ഭുതത്തോടെയാണ് ഇന്ത്യൻ ഫുട്ബോളിനെ നോക്കിൽ കണ്ടത്. അങ്ങനെ തങ്ങളുടെ കളി മികവ് കൊണ്ട് ഇന്ത്യ ലോക ഫുട്ബോളിനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയം 1950 ഫിഫ ലോകകപ്പ് വന്നെത്തി. ഫിഫയുടെ നിയമപ്രകാരം 16 ടീമുകൾക്കാണ് ലോകകപ്പിൽ പങ്കെടുക്കാൻ യോഗ്യത ലഭിക്കുക. ഇറ്റലിയും ബ്രസീലും മുന്നേ തന്നെ യോഗ്യത നേടി. യൂറോപ്പിൽ നിന്നും 6 ടീമുകൾക്കും അമേരിക്കയിൽ നിന്നും 6 ടീമിനും ഏഷ്യയിൽ നിന്ന് 1 ടീമിനുമാണ് ലോകകപ്പ് കളിക്കാൻ സാധിക്കുക. ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, ബർമ, ഇന്ത്യ എന്നിവരാണ് 1950 ഫിഫ ലോകകപ്പിലേക്ക് ക്ഷണിക്കപ്പെട്ട 4 ഏഷ്യൻ ടീമുകൾ. എന്നാൽ ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, ബർമ എന്നീ രാജ്യങ്ങൾ ലോകകപ്പിൽ നിന്നും പിന്മാറുകയും ഏഷ്യയെ പ്രതിനിധീകരിച്ച് ലോകകപ്പിൽ പങ്കെടുക്കാനുള്ള അവസരം ഇന്ത്യക്ക് ലഭിക്കുകയുമായിരുന്നു. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഫിഫയുടെ നിയമപ്രകാരം ബൂട്ടില്ലാത്ത രാജ്യങ്ങൾക്ക് ലോകകപ്പ് കളിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ ലോകകപ്പിൽ നിന്നും പിന്മാറിയത് എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അതല്ല സത്യം. അന്ന് ബ്രസീലിലേക്ക് ലോകകപ്പ് കളിക്കാൻ പോകുന്ന ഇന്ത്യൻ ടീമിന്റെ എല്ലാ യാത്രാ ചിലവും സ്പോൺസർ ചെയ്യാൻ ഒരുപാട് പേർ ഉണ്ടായിരുന്നു. കാരണം അന്ന് ഇന്ത്യ റെപ്രസെന്റ് ചെയ്യുന്നത് ഏഷ്യയായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ആണോ ഇന്ത്യൻ കളിക്കാർക്ക് ബൂട്ട് മേടിക്കാനുള്ള പൈസയ്ക്ക് ബുദ്ധിമുട്ട്? അപ്പോൾ എന്താണ് കാരണം? മറ്റൊന്നുമല്ല, AFF അഥവാ ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അന്നത്തെ ലോകകപ്പ് ഫുട്ബോൾ ഒരു വലിയ പ്രശ്നമായി എടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇന്ത്യ അന്ന് ലോകകപ്പിൽ നിന്നും പിന്മാറിയത്. അന്ന് AFFന് മുന്നിൽ ഒളിമ്പിക്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ലോകകപ്പിനെ വളരെ ലാഘവത്തോടു കൂടി മാത്രമാണ് AFF നോക്കിക്കണ്ടിരുന്നത്. ഇതാണ് ഇന്ത്യ ലോകകപ്പ് ഫുട്ബോളിൽ നിന്നും പിന്മാറാനുള്ള യഥാർത്ഥ കാരണം. അതുപോലെ തന്നെ അന്നത്തെ അവസ്ഥയിൽ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നതിലുള്ള ഇന്ത്യയുടെ സുരക്ഷയും പരിഗണിച്ചിരുന്നു. എന്തായാലും കയ്യിൽ കിട്ടിയ സൗഭാഗ്യം പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു എന്ന് തന്നെ പറയാം. ഇന്ത്യ ഇന്ന് തലങ്ങും വിലങ്ങും കഷ്ടപ്പെടുകയാണ് ഫിഫ ലോകകപ്പിന് യോഗ്യത നേടാൻ. ലോകകപ്പ് ഫുട്ബോളിന്റെ പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.